മാനവരാശിക്കുമേൽ കുടികൊണ്ടിരുന്ന തിന്മയുടെ അധിനിവേശത്തിൽ നിന്നും പൂർണ്ണമായി അവരെ വിമുക്തരാക്കുവാനും ഓരോ ആത്മാക്കളെയും നിത്യജീവന് അവകാശികളാക്കുവാനും ദൈവാത്മാവ് സംവിധാനം ചെയ്ത സുസ്ഥിരമായ രക്ഷാകര പദ്ധതിയായിരുന്നു ദൈവപുത്രന്റെ മനുഷ്യാവതാരം. അനന്ത നന്മകൾ കുടികൊള്ളുന്ന സവിശേഷമായ ഈ പദ്ധതിയുടെ പിന്തുടർച്ചക്കാരാകുവാൻ ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെടുന്ന അനേകരുണ്ട്. ലോകമോഹങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും ആത്മാക്കളെ വിമുക്തരാക്കി ദൈവരാജ്യത്തിനൊത്തവിധം വെണ്മയുള്ളവരാക്കി മാറ്റി തൻ്റെ പക്കലേക്ക് ആനയിക്കുവാൻ ദൈവം അവരെ നിയോഗിച്ചിരിക്കുന്നു. ചാലക്കുടി ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൊച്ചു മാത്യു അച്ഛൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ തൻ്റെ പ്രവർത്തന ശൈലികളും കാഴ്ചപ്പാടുകളും കൊണ്ട് വ്യത്യസ്തനാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആവോളം ഉപയോഗിച്ച് വചനവേദിയിൽ മുന്നേറുമ്പോഴും നേതൃത്വ രംഗത്ത് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മാതൃകാപരമായി അദ്ദേഹം ശോഭിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ്റെ ആത്മീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മ ത്രേസ്യയുടെ തികഞ്ഞ പ്രാർത്ഥനാ ജീവിതവും മാതൃകയും തന്നെ ഏറ്റവും അധികമായി സ്വാധീനിച്ചവയാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ സംഭവിച്ച മാതൃവിയോഗം ആ കുടുംബത്തിന് താങ്ങാനാവുന്നതായിരുന്നില്ല. എങ്കിലും ശക്തമായ ദൈവകരങ്ങളും പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥ സഹായവും ആ കുടുംബത്തിനൊപ്പമുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ വലിയ ചില ഉൾക്കാഴ്ചകളും തിരിച്ചറിവുകളും ലഭിച്ചത് ആ ചെറിയ പ്രായത്തിലായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇലവുങ്കൽ അച്ഛൻ സ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ്റെ ബാല്യകാലം ഒരു തികഞ്ഞ അഭിഷിക്തന്റെ ശുശ്രൂഷാ പാതയിലേക്കുള്ള ദൈവികമായ വഴിനടത്തലായിരുന്നുവെന്ന് ആ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. ജീവിതാരംഭം മുതൽ അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളിലൂടെയും ദൈവം അദ്ദേഹത്തെ വളർത്തുകയായിരുന്നു. ഒരു കാലത്തും മറിച്ചൊരു ധാരണ രൂപപ്പെടാത്ത വിധം ദൈവവിളിയുടെ ഉറച്ച ഒറ്റയടി പാതയിലേക്ക് അദ്ദേഹം ദൈവാത്മാവിനാൽ ആനയിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെടുന്നതിനൊപ്പം ആ ദൈവിക തീരുമാനങ്ങളോട് വിശ്വസ്തയോടെ പ്രതികരിക്കുകയും ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന സവിശേഷമായ ഇടപെടലുകൾക്ക് ദൃഷ്ടാന്തമാണ് ഈ ജീവിതം. ഇപ്പോൾ താമരശ്ശേരി രൂപതയിൽ അംഗമായിരിക്കുന്ന തലശ്ശേരി രൂപതയിൽ അന്ന് അംഗമായിരുന്ന ജേക്കബ് പുത്തമ്പുരയച്ചൻ, അമ്മച്ചൻ മരിക്കുമ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛൻ ഈ ജേക്കബ് പുത്തമ്പുരയച്ചനായിരുന്നു. അന്ന് ഒരു പിതാവിനെ പോലെ, അന്ന് വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, പക്ഷേ പിതൃസഹജമായ ഒരു ഹൃദയത്തോടെ മനസ്സോടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്നത്തെ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങളെ സഹായിച്ച ഒരു വിശുദ്ധ വ്യക്തിത്വമാണത് ആ ജേക്കബ് പുത്തമ്പുരയച്ചൻ. അതുകൊണ്ട് തന്നെ ജേക്കബ് പുത്തമ്പുരയച്ചൻ എങ്ങനെ ഒരു പുരോഹിതനായിരിക്കണം, ആരായിരിക്കണം ഒരു പുരോഹിതൻ എന്നുള്ള എൻ്റെ ചിന്തയിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാതൃകാ പുരുഷനാണ്. ഞാൻ പൗരോഹിത്യ പട്ടം കിട്ടിക്കഴിഞ്ഞ് 6 മാസം ഒരു പള്ളിയിലെ ഇടവക വികാരിയായിരുന്നു. എറണാകുളം അതിരൂപതയിൽ തുരുത്തിപ്പുറം പള്ളിയിൽ, തുരുത്തിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു വികാരിയായിരുന്നു. പറവൂരടുത്ത സ്ഥലം. താൽക്കാലികമായിട്ടാണത് ആ ദൗത്യം ഏറ്റെടുത്തത്. എൻ്റെ പൗരോഹിത്യ പട്ടത്തിലെ പട്ടസ്വീകരണത്തിന് ശേഷമുള്ള 25 വർഷക്കാലവും ഞാൻ ധ്യാനകേന്ദ്രങ്ങളായിരുന്നെങ്കിലും 6 മാസം ഇടവക വികാരിയായിരുന്നപ്പോൾ ഞാൻ ചെയ്തതെല്ലാം വിജയിച്ചെന്നും എല്ലാം മാതൃകാപരമായിരുന്നെന്നും എനിക്ക് അവകാശപ്പെടാനില്ലെങ്കിലും
തെറ്റുപറ്റാതെ കുഴപ്പങ്ങളിൽ വീഴാതെ പട്ടം കിട്ടിയപ്പോൾ കൊച്ചച്ഛനാണ്, അനുഭവജ്ഞാനമില്ലാത്ത ആളാണെങ്കിലും എന്നെ മുന്നോട്ട് നയിച്ചത്, ആ ഇടവകയിൽ അല്പം പ്രവർത്തിക്കാൻ എന്നെ സഹായിച്ചത് ഒരു പക്ഷേ ഈ ജേക്കബ് പുത്തമ്പരച്ചനെ പോലെയുള്ള മാതൃകാ പുരോഹിതരുടെ ജീവനുള്ള ചിത്രങ്ങൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനത് പറയാൻ കാരണം, നമ്മൾ അധികം പ്രസംഗിക്കുന്നൊന്നുമില്ല, ആരെയും ഉപദേശിക്കുന്നില്ല, എന്നെ കണ്ട് പഠിക്കുന്ന ആരോടും പറയുന്നില്ലെങ്കിലും നമ്മൾ മാതൃകാപരമായൊരു ജീവിതം നയിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ അവരുടെ ഉള്ളിൽ ചില സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അത് ദൈവത്തിൻ്റെ പ്രവർത്തനം അവരെ നടത്താനുള്ള കാരണങ്ങളാക്കി മാറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ദൈവം പൗരോഹിത്യത്തിലേക്ക് എന്നെ വിളിച്ചപ്പോൾ എന്നെ പൗരോഹിത്യത്തിലേക്ക് ആകർഷിച്ച ഒത്തിരി ഘടകങ്ങളിലൊന്ന് ജേക്കബ് പുത്തമ്പരച്ചൻ്റെ സാക്ഷ്യമായിരുന്നു. അതുപോലെ പഠിപ്പിച്ച സിസ്റ്റേഴ്സിൻ്റെ അവരുടെ സ്വാധീനം, അതുപോലെ അധ്യാപകരുടെ സ്വാധീനം. ഓരോ മനുഷ്യാത്മാവും പിറവി കൊള്ളുന്നത് ദൈവികമായ ഒരു ദൗത്യവും പേറിയാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന് മുന്നേറുമ്പോൾ ഏറ്റവും അധികം വ്യക്തതയോടെ അവനു മുന്നിൽ വെളിപ്പെടുന്ന തനിക്കുമേലുള്ള ദൈവനിയോഗം ഉറച്ച ബോധ്യത്തോടെ ജീവിതത്തിൽ മുന്നേറുവാൻ അവനെ സഹായിക്കുന്നു. ബഹുമാനപ്പെട്ട കൊച്ചുമാത്യു അച്ഛൻ്റെ ഹൃദയത്തിൽ ദൈവം പതിച്ചിരുന്ന അടയാളം സംശയലേശമന്യേ തൻ്റെ വഴി തെരഞ്ഞെടുക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ചുറ്റുമുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് തെല്ലും സംശയമുണ്ടായിരുന്നില്ല. ഉറപ്പേറിയ ഒരു വീഥിയിലൂടെയാണ് താൻ നീങ്ങുന്നതെന്ന ബോധ്യം തുടർന്നുള്ള ഓരോ നിമിഷവും ദൈവം അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരുന്നു. 10ാം ക്ലാസ്സിൽ ഞാൻ പാസ്സായി കഴിഞ്ഞ ഉടനെ ഞാൻ എങ്ങോട്ട് തിരിയുന്നു, എങ്ങോട്ട് പോകുന്നുവെന്ന് ആരും എന്നോട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ആരുടെങ്കിലും ചോദിക്കേണ്ട ഒരവസ്ഥ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ചിന്തിച്ചു ഞാനിപ്പോൾ സെമിനാരിൽ ചേരും. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, ഞങ്ങളുടെ അവിടെ ഒരു അരുവിയുണ്ട്. അരുവിയുടെ ഉറവയുടെ അവിടെ ചെന്നാൽ വേനൽക്കാലത്ത് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പം ഞാനവിടെ കുളിക്കാനായിട്ട് വൈകുന്നേരം ചെന്നപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ളൊരു അമ്മ, അവർ എന്നെ കണ്ട ഉടനെ എന്നെ കളിയാക്കിക്കൊണ്ട് പുണ്യാള എന്ന് വിളിച്ചു. അപ്പോൾ എന്നെ കളിയാക്കിയതെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചു, അതിന് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടുന്ന ആൾ പുണ്യാളല്ലെങ്കിൽ പിന്നെ ആരാന്ന് ചോദിച്ചു. എന്നിട്ട് വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കും പറഞ്ഞു, നല്ലൊരു അച്ഛനായിക്കോണം കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സെമിനാരിൽ ചേർന്നിട്ടില്ല. അതായത് എൻ്റെ നാട്ടുകാർ കുറേ പേരെങ്കിലും, എൻ്റെ വീട്ടുകാരെല്ലാവരും തന്നെ, എന്നെ പഠിപ്പിച്ചവർ കുറേ പേരെങ്കിലും ഞാൻ വൈദികനാകും, സെമിനാരിൽ ചേരും എന്ന് ചിന്തിച്ചിരുന്നു. അതിന് കാരണം ഒരു പക്ഷേ വൈദികൻ ആകാനുള്ള, സെമിനാരിൽ ചേരാനുള്ള ഒരു സ്വഭാവ സവിശേഷതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ അന്ന് എന്നിൽ ഉണ്ടാകാതെ എന്നെ ദൈവം പരിപാലിച്ചു. അല്ലെങ്കിൽ സഭാസമൂഹം, കുടുംബ കൂട്ടായ്മ, എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി എന്നെ സഹായിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക. 1977 ജൂൺ മാസം 7-നാണ് ഞാൻ ഞങ്ങളുടെ വിൻസെൻഷൻ സഭയുടെ മൈനർ സെമിനാരി, അങ്കമാലിയിലാണ് അത്, അങ്കമാലി ടെൽക്ക് കമ്പനിയുടെ അടുത്തുള്ള ഞങ്ങളുടെ അന്നത്തെ ജനറലേറ്റ്, അവിടെയാണ് മൈനർ സെമിനാരി. അവിടെ ചേരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, ഈ സെമിനാരി ചേർന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ദുഃഖമോ സങ്കടമൊന്നും എനിക്ക് തോന്നിയില്ല. അമിതമായ ആഹ്ലാദം കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ കരയുന്നുണ്ട്. എന്നാൽ സെമിനാരി ചേർന്ന് അങ്കമാലിയിലെത്തി ഞാൻ ആദ്യത്തെ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോഴൊന്നും എനിക്കൊരു ഹോം സിക്നെസ് ഫീൽ ചെയ്തില്ല. വീട്ടിലേക്ക് പോകണമെന്നോ, വീട്ടിൽ ചെന്ന് അവരെല്ലാം കാണണമെന്നോ, അല്ലെങ്കിൽ വീട്ടിലെ ഓടിച്ചാടി നടക്കുന്ന അവസ്ഥ മതി. ഈ ടൈം ടേബിൾ, സമയത്തിൻ്റെ ക്രമത്തിലുള്ള വിശ്രമം, ഉറക്കം, ജോലി, പഠനം, കുളി, കളി, ഇതിലൊന്നും
ബുദ്ധിമുട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. അവിടെയും ഞാൻ വലിയ നന്ദിയോടെയാണ് ഇത് പറയുന്നത്, ഈശോയോടുള്ള നന്ദി. സെമിനാരി ചേരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഒരു പുരോഹിതനാകാൻ പറ്റിയ സാഹചര്യം ദൈവം ഒരുക്കി തന്നു. ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ്റെ സെമിനാരി കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത് ചില ശാരീരിക അസ്വസ്ഥതകളായിരുന്നു. പലവിധങ്ങളായ രോഗാവസ്ഥകളും വിഷമതകളും പതിവായി അലട്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അധികൃതർക്കും ആശങ്കയുണ്ടായിരുന്നു. തുടർന്ന് കുറച്ചുകാലം അദ്ദേഹത്തെയും മറ്റുള്ളവരെയും അലോസരപ്പെടുത്തിയിരുന്ന ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്തുവെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. സെമിനാരി പഠനകാലത്ത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ചെറുപ്പത്തിലെ അമ്മ മരിച്ചുകൊണ്ടായിരുന്നിരിക്കാം, ഈ മൈനസ് സെമിനാരി പഠനകാലത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴും അസുഖം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ വയറ്റിൽ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരും. ഇന്നിപ്പം ഞാൻ തിരിച്ചറിയുന്നു, അത് അത്ര പരിഗണിക്കേണ്ട രോഗങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടേണ്ട മേഖലകളായിരുന്നു. ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലകളും ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കിട്ടേണ്ട മേഖലകളുമായിരുന്നു. ദൈവം എന്നെ വഴി നടത്താൻ ഉപയോഗിച്ച ചില നിമിഷങ്ങളായിരുന്നു അതൊക്കെ, ആ വേദനയുടെ നിമിഷങ്ങൾ. ഞാൻ നൊവിഷ്യറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് അധികാരികൾ ഒരു സംശയമുണ്ടായി. ഇങ്ങനെ ഒരാളെ നൊവിഷ്യറ്റിലേക്ക് പ്രവേശിപ്പിക്കണമോ? അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ഈ സെമിനാരിയിലുള്ള ഒരു സ്പിരിച്വൽ ഫാദർ എന്നോട് പറഞ്ഞു, മാത്യു ബ്രദറിൻ്റെ ഈ ആരോഗ്യ പ്രശ്നം ഇവിടുത്തെ അച്ഛന്മാരുടെ ഇടയ്ക്ക് ഒരു ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു പക്ഷേ അവർ ഒരു ചികിത്സിക്കാൻ പോകാനൊക്കെ പറഞ്ഞത് വരും. അപ്പോൾ ഈ അധികാരികളെയൊക്കെ കണ്ട് ആരോഗ്യത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എൻ്റെ നൊവിഷ്യറ്റിൽ വെച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ തിരികെ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവർക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു ഉപദേശം പറഞ്ഞു. അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ അന്നത്തെ അധികാരികളെ സമീപിച്ച കാര്യമൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, കണ്ടീഷണലായിട്ട് നൊവിഷ്യറ്റിലേക്ക് പ്രവേശിക്കുക, ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനങ്ങനെ വയനാട്ടിലുള്ള മീനങ്ങാടിയിൽ ഉള്ള ഞങ്ങളുടെ നൊവിഷ്യറ്റ് ഹൗസിൽ എൻ്റെ നൊവിഷ്യറ്റ് പഠനം ആരംഭിച്ചു, പരിശീലനം ആരംഭിച്ചു. അവിടെ വെച്ചാണ് ആ ഒരു വർഷത്തെ പരിശീലന കാലഘട്ടത്തിലാണ് അധികാരികൾക്ക് എൻ്റെ ആരോഗ്യത്തിൽ വീണ്ടും സംശയം തോന്നി. അത് ആരോഗ്യം മാത്രമല്ല, ഈ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ കാരണം ഏതെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഹീലിങ്ങിൻ്റെ മേഖലയാണോ, അല്ലെങ്കിൽ സെമിനാരി ജീവിതത്തോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ സംശയം തോന്നി കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു വർഷത്തെ പഠനം കഴിഞ്ഞപ്പോൾ, പരിശീലനം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ എല്ലാവരുടെയും കൂടെ വ്രതവാഗ്ദാനം നടത്തണ്ട. എനിക്ക് വലിയൊരു ഷോക്കായിപ്പോയി അത്. എൻ്റെ വീട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും അത് വേദനയായി. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവിക ഇടപെടലുണ്ടായ അവസ്ഥ അതായിരുന്നു. എനിക്ക് വ്രതവാഗ്ദാനം നടത്താൻ അധികാരികൾ അനുവാദം തന്നില്ല. പക്ഷേ സെമിനാരിയിൽ നിന്ന് നൊവിഷ്യറ്റ് എന്ന് പറഞ്ഞു വിട്ടില്ല. വേണമെങ്കിൽ പോയി എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് നടത്തി, നൊവിഷ്യറ്റ് തുടർന്നുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പഠനം തുടരാൻ അനുവദിക്കാമെന്ന് അന്നത്തെ നൊവിസ് മാസ്റ്ററും അതുപോലെ ഞങ്ങളുടെ സുപ്പീരിയർ ജനറലായിരുന്ന ജോർജ് കമ്പട്ടലച്ചനും എന്നോട് പറഞ്ഞു. അനാരോഗ്യവും തന്മൂലമുള്ള ചികിത്സാകാലവും പിന്നിട്ട ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് പഠനകാലത്ത് ഏതാനും മാസങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ വ്രതവാഗ്ദാനത്തിനു ശേഷമുള്ള കുറേ നാളുകൾ കൂടി പഠനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായി ഉണ്ടായിരുന്നു. ആ നാളുകളിൽ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ സഹകരിച്ചു തുടങ്ങിയ അദ്ദേഹത്തിന്
തൻ്റെ വരുംകാല ശുശ്രൂഷാ മേഖലകളിലേക്ക് വേണ്ട പരിശീലനം ചെറിയ പ്രായം മുതൽ ലഭിച്ചു തുടങ്ങി. വരും കാലങ്ങളിൽ വചന ശുശ്രൂഷയിലൂടെ അനേകരെ ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുവാൻ മുമ്പേ നിയുക്തനാക്കപ്പെട്ട തൻ്റെ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനെ ദൈവമേറെ ശ്രദ്ധയോടെ ഒരുക്കിയെടുക്കുകയായിരുന്നു. അങ്ങനെ 1980 ഞാൻ വ്രതവാഗ്ദാനം നടത്തി കഴിഞ്ഞതിന് ശേഷം, ഡിസംബറിലാണ് വ്രതവാഗ്ദാനം, പിന്നീട് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അധ്യയന വർഷത്തിൻ്റെ ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്നുള്ള അധികാരികളുടെ ആലോചന എത്തിയത് ഒരു പ്രത്യേകമായ നിർദ്ദേശത്തിലാണ്. ഞങ്ങളുടെ സഭയുടെ തനതായ ഒരു ധ്യാന പരിപാടിയാണല്ലോ പോപ്പുലർ മിഷൻ ധ്യാനം. അപ്പോൾ എന്നോട് എൻ്റെ അധികാരിയായ ബഹുമാനപ്പെട്ട ജോർജ് കമ്പട്ടലിച്ച്, അന്നത്തെ സുപ്പീരിയർ ജനറൽ അച്ഛൻ ചോദിച്ചു, ബ്രദറിന് പാട്ട് പാടാൻ അറിയാമല്ലോ, അതുകൊണ്ട് പനക്കലച്ചൻ്റെ നാക്യമറബിൾസിൻ്റെ കൂടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഗായക സംഘത്തിൽ അംഗമായി പോകാൻ പാടില്ലേ? ഞാൻ വളരെ സന്തോഷത്തോടെ ആ നിർദ്ദേശം സ്വീകരിച്ചു. കാരണം അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. കാരണം 1977 എൻ്റെ SSLC പരീക്ഷ നടക്കുന്ന സമയത്ത് എൻ്റെ സ്വന്തം ഇടവകയിൽ ഇടത്തൊട്ടിയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു. ആ ധ്യാനത്തിൽ വെച്ച് ഈ ധ്യാനത്തിൻ്റെ നന്മകളും ഫലങ്ങളും അതിൻ്റെ ശക്തിയൊക്കെ ഞാൻ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികാരികൾ നൽകിയ ഈ പുതിയ നിർദ്ദേശത്തെ, എനിക്ക് നൽകിയ ആ പുതിയ അപ്പോയിൻമെൻറ്റ് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ 1981 ജനുവരി 1-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ധ്യാനിപ്പിക്കുന്ന ടീമിൽ അംഗമായിട്ട് മൂവാറ്റുപുഴ അടുത്തുള്ള കലൂര് ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോയി. അതിലെനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയാൻ പറ്റുന്നത്, ഒരു സെമിനാരിക്കാരനും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് അന്ന് കിട്ടി. അതെന്താണെന്ന് ചോദിച്ചാൽ, വൈദികനാകുന്നതിന് മുൻപ് ഞാൻ 50 ഇടവകകളിൽ ഞാൻ ധ്യാനിപ്പിക്കാവുന്ന ടീമിൽ പോയി ധ്യാനിപ്പിച്ചു. പാട്ടുപാടൽ മാത്രമല്ല, എൻ്റെ ഒരു വർഷത്തെ ഒരു 6 മാസത്തെ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം തത്വശാസ്ത്ര പഠനകാലത്ത്, റീജൻസി കാലത്ത്, പിന്നീട് ദൈവശാസ്ത്ര പഠനകാലത്ത് സാധിക്കുമ്പോഴൊക്കെ അധികാരികൾ എന്നെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയില്ല, മറ്റ് ക്ലാസ് തടസ്സമൊന്നും ഇല്ലെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ടീമിൻ്റെ കൂടെ പോകും. പൂർണ്ണമായി വചനപ്രസംഗമൊന്നും അല്ലെങ്കിലും ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യാനായിട്ട് അച്ഛന്മാർ പലപ്പോഴും അനുഭവം തരും. മരണാനുഭവത്തിൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്, അങ്ങനെയൊക്കെയുള്ളതൊക്കെ തരും. അങ്ങനെ 50 ഇടവകൾ ധ്യാനിപ്പിക്കാൻ പോയതിൻ്റെ അനുഭവ സമ്പത്തുമായിട്ടാണ് ഞാൻ വൈദികനാകുന്നത് തന്നെ. സാധാരണ വൈദികനായി കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാണ് എല്ലാവർക്കും ധ്യാനിപ്പിക്കാൻ പോകാൻ അവസരം കിട്ടുക. പക്ഷേ ഇത് വൈദികനാകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അവസരം കിട്ടാനുള്ള ഏക കാരണം, നവസന്യാസ പരിശീലന കാലത്ത് എൻ്റെ നൊവിഷ്യറ്റിൽ വെച്ച് അധികാരികൾ ഞാൻ ഫിറ്റാണോ എന്നറിയാൻ വേണ്ടി എനിക്ക് ഒരു ബ്രേക്ക് തന്നതായിരുന്നു. വേദനയുടെയും ദുരിതങ്ങളുടെയും ഇരുണ്ട മണിക്കൂറുകളിൽ നാം ദൃഷ്ടി പതിപ്പിക്കുന്നത് ദൈവത്തിലേക്കെങ്കിൽ ഓരോ തുള്ളി കണ്ണുനീരിനും ദൈവം വലിയ പ്രതിഫലം നൽകുമെന്ന വലിയ സന്ദേശമാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടം നമുക്ക് നൽകുന്നത്. ഒപ്പം ദൈവം നയിക്കുന്ന വഴികൾ പലപ്പോഴും മനുഷ്യ മനസ്സിന് ദുർഗ്രഹമായിരിക്കുമെന്ന യാഥാർത്ഥ്യവും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അനാരോഗ്യം തളർത്തിയ നാളുകളിൽ ദൃഷ്ടി ദൈവത്തിലുറപ്പിക്കുവാൻ സാധിച്ചതിലൂടെ ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും പിൽക്കാലത്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിലൂടെ ഒരു വലിയ സമൂഹത്തെയും വലിയ നന്മകളിലേക്ക് നയിക്കുവാൻ സഹായകമായി. ഞാൻ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു. അപ്പോൾ ഒരു വചന സന്ദേശം അയച്ചു കൊടുക്കുന്ന ഒരു ടീം അയച്ചിരിക്കുന്ന സന്ദേശം എൻ്റെ വാട്സാപ്പിൽ വന്നത്. വായിച്ച ഉടനെ ഞാൻ ഞെട്ടിപ്പോയി. ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷനാണ്. അതായത്, സഹനങ്ങൾ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും. ആരെല്ലാം വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സഹനത്തിലൂടെ പരിപൂർണരാക്കപ്പെടും എന്നർത്ഥം വരുന്ന ഒരു കൊട്ടേഷൻ. ഞാൻ ഓർക്കുകയാണ്, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അസ്വീകാര്യമായ ഒരു കാര്യമല്ലേ സഹനങ്ങൾ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, ഒരു പുരോഹിതൻ, ഒരു സന്യാസി, സന്യാസിനി, അല്ലെങ്കിൽ ഒരു അഭിമന്യ പിതാവ്,
ആത്മായ സഹോദരൻ, കുടുംബനാഥനോ കുടുംബനാഥയോ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ, ജീവിതത്തിൽ വല്ലാതെ പതറിപ്പോകുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരും. മാർപ്പാപ്പ തുടങ്ങി ഇങ്ങോട്ട് ഈ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളില്ലാത്ത ഒരാളും ലോകത്തുണ്ടാവില്ല. പക്ഷേ ഏത് മനോഭാവത്തോടെ അതിനെ സ്വീകരിക്കണം? അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ ദുരനുഭവങ്ങളും വേദനയുടെ അനുഭവങ്ങളും ഈ ഒരു മനോഭാവത്തോടെ കണ്ടുവെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ അനുഭവം വരുമ്പോൾ നമുക്ക് താങ്ങാനാവാത്ത പ്രയാസമൊക്കെ ഉണ്ടാകുമായിരിക്കും. ഞാൻ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ട് വൈദികനാകുന്നതിന് മുൻപ് 50 ഇടവകകൾ ധ്യാന ടീമിൻ്റെ കൂടെ, അതും പ്രശസ്തരായ വചനപ്രഘോഷകരായ നാക്യംപറമ്പിലച്ചൻ, പനക്കിലച്ചൻ, റോമുളൂസ് അച്ഛൻ, അലക്സ് ഐക്കര അച്ഛൻ, കുര്യാക്കോസ് പൊന്നൂലച്ചൻ തുടങ്ങി ഞങ്ങളുടെ വിൻസെൻറ്റ് സഭയിലെ അന്നത്തെ പ്രഗത്ഭരായ വചനപ്രഘോഷകരുടെ കൂടെയാണ് ഞാൻ ആ കാലത്ത് പോയിരുന്നത്. കേരളസഭയെ നവീകരണത്തിൻ്റെ വിശാല വീഥിയിലേക്കും പരിശുദ്ധാത്മ നിറവിലേക്കും കൈപിടിച്ചുയർത്തുവാൻ ദൈവം വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു സമൂഹം. അവിടെ നേതൃത്വം വഹിക്കുവാനായി എക്കാലവും ദൈവം പ്രത്യേകമായി നിയോഗിച്ച ചിലരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചൻ, മാത്യു നായ്ക്കംപറമ്പിലച്ചൻ തുടങ്ങിയവരുൾപ്പെട്ട ശക്തമായ നേതൃനിരയ്ക്ക് പിന്നാലെ അടുത്ത തലമുറയെ വളർത്തിയെടുക്കുന്നതിലും അക്കാലം മുതൽ ദൈവം ഇടപെട്ടിരുന്നു. 1986 പോട്ട ആശ്രമത്തിൽ ധ്യാന ശുശ്രൂഷകൾ തുടങ്ങിയ കാലത്തു തന്നെ വളരെ പ്രത്യേകമായി റീജൻസിക്കാരനായ ബ്രദർ മാത്യു ഇലവങ്കൽ അവിടെ ശുശ്രൂഷകളിൽ സഹായിക്കുവാനായി നിയോഗിക്കപ്പെട്ടു. അന്ന് ശക്തമായ ബോധ്യങ്ങളും മികച്ച പരിശീലനവും നൽകി ദൈവം അദ്ദേഹത്തെ വളർത്തിയെടുക്കുകയായിരുന്നു. 3 വർഷത്തെ തത്വശാസ്ത്ര പഠനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റീജൻസി, ഒരു പ്രായോഗിക പരിശീലന കാലഘട്ടമാണ്. അക്കാലത്താണ് ആദ്യമായിട്ട് ഞങ്ങളുടെ സഭയിൽ ധ്യാന കേന്ദ്രത്തിലേക്ക്, ഞങ്ങൾക്കപ്പോൾ ഒരു ധ്യാന കേന്ദ്രമേ ഉള്ളൂ, ഈ പോട്ടയിൽ പോപ്പൽ മിഷൻ സെൻറ്റർ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രം അങ്ങ് തുടങ്ങാൻ ആരംഭിക്കുക. അപ്പോൾ അവിടെ പുതിയൊരു ഒരു സുപ്പീരിയർ അച്ഛനെ അപ്പോയിൻ്റ് ചെയ്തു, ഡയറക്ടർ അച്ഛനായിട്ട് അലക്സ് ഐക്കര അച്ഛൻ, അതുപോലെ ജോർജ് പനക്കലച്ചൻ, നാക്യംപറമ്പിലച്ചൻ, കുര്യാക്കോസ് പൊന്നൂലച്ചൻ തുടങ്ങിയ വൈദികർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായ ഒരു അനുഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ റീജൻസിക്കായിട്ട് വിട്ടത് പോട്ടയിലേക്കാണ് 1986. ആ പോട്ടയിൽ ആ റീജൻസിക്കായിട്ട് വന്ന കാലഘട്ടത്തിലാണ് ഈ പോട്ട ധ്യാന കേന്ദ്രം തുടങ്ങുന്നത്. അപ്പോൾ ഈ പോട്ട ധ്യാന കേന്ദ്രത്തിൻ്റെ തുടക്കമെന്ന് പറയുമ്പോൾ ഒരു 50-80 പേർക്കൊക്കെയുള്ള റെസിഡൻഷ്യൽ റിട്രീറ്റാണ് അവർ ക്രമീകരിക്കുന്നത് അന്ന്. അപ്പോൾ അന്ന് ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞാൽ അന്ന് ഭരണങ്ങാനത്തൊരു ധ്യാനകേന്ദ്രമുണ്ട്, കുളത്തുവയിൽ ചെറുതായിട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ധ്യാനകേന്ദ്രങ്ങൾ 2-3-4 മാത്രമുള്ള സമയത്താണ് പോട്ടയിൽ ഈ 1986 നാക്യംപറമ്പിലച്ചൻ്റെയൊക്കെ നേതൃത്വത്തിൽ അന്നത്തെ സുപ്പീരിയർ അച്ഛനായ അലക്സ് ഐക്കരച്ച നേതൃത്വം കൊടുക്കുന്നെങ്കിലും എല്ലാവരും കൂടെ കൂടി ധ്യാനിപ്പിക്കും. അന്ന് ഇവരുടെ കൂടെ ഗാന ശുശ്രൂഷയ്ക്ക് മറ്റ് സഹായത്തിനായിട്ട് ഞാനുണ്ടായിരുന്നു. അതായത് പോട്ട ശുശ്രൂഷ തുടങ്ങുന്ന ആ കാലത്ത് ഇതിൻ്റെ പ്രാരംഭകരുടെ കൂടെ അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? എനിക്ക് ആ നോഷറ്റ് കാലഘട്ടത്തിലുണ്ടായ ഒരു ബ്രേക്ക്, നോഷറ്റ് എല്ലാവരുടെയും കൂടെ പൂർത്തിയാക്കാതെ പിന്നീട് ഞാൻ ഈ ധ്യാന ടീമിൽ അംഗമാകാൻ ഉണ്ടായ സംഭവമാണ് അതിനെല്ലാം കാരണമായി തീർന്നത്. അതിനുശേഷം ഈ ഒരു വർഷത്തെ റീജൻസി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്ക് ആ കാലത്ത് ഞാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് പോകും, പോട്ടയിലെ ഈ റെസിഡൻഷ്യൽ റിട്രീറ്റിന് സഹായിക്കും. അതൊക്കെ കഴിഞ്ഞ് ആ ഒരു കാലഘട്ടം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എങ്ങനെ ധ്യാനിപ്പിക്കണം, ധ്യാനത്തിൻ്റെ ശൈലി എന്തായിരിക്കണം, അതുപോലെ ധ്യാനത്തെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതിൻ്റെയൊക്കെ ഒരു ചിത്രം എനിക്ക് തെളിഞ്ഞു കിട്ടിയത് ഒരു പക്ഷേ ആ കാലഘട്ടത്തിലെ അനുഭവത്തിലൂടെയാണ്. പഠനകാലത്തെ തൻ്റെ ജീവിത രീതികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കൽ അച്ഛൻ സ്മരിക്കുമ്പോൾ ആ കാലങ്ങളിൽ തന്നെ ആത്മീയ ബോധ്യങ്ങൾ സ്വന്തമാക്കുന്നതിനായുള്ള ദാഹം ദൈവം തന്നിൽ
നിക്ഷേപിച്ചിരുന്നത് അദ്ദേഹം തിരിച്ചറിയുന്നു. തത്വശാസ്ത്രം പോലുള്ള വിഷയങ്ങളെക്കാൾ അധികമായി ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ അവഗാഹം നേടുന്നതിന് അക്കാലത്ത് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. പിൽക്കാലത്ത് ഉറച്ച ആത്മീയ ബോധ്യങ്ങൾ പകർന്നു നൽകി ഒരു വലിയ സമൂഹത്തിന് വഴികാട്ടിയാകുവാൻ ദൈവം നിശ്ചയിച്ചിരുന്ന ഒരഭിഷിക്തൻ അവിടെ പിറവികൊള്ളുകയായിരുന്നു. തത്വശാസ്ത്ര പഠനകാലത്ത് സ്പിരിച്വാലിറ്റി, സ്ക്രിപ്ചർ, ആത്മീയ ശാസ്ത്രം, അതുപോലെ തന്നെ ബൈബിൾ, ഇത് രണ്ടും പഠിക്കുന്നതിൽ എനിക്ക് ഒത്തിരി താല്പര്യമുണ്ടായിരുന്നു. ഫിലോസഫി ഞാനൊരു ഓവർ എംഫസിസ് കൊടുത്ത് പഠിച്ചിട്ടില്ല. ഞാനത് അറിയേണ്ടതിനായിട്ട് പഠിച്ചു. എന്നിട്ട് ആ അറിഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കാവുന്നിടത്തോളം ഞാൻ ഉപയോഗിച്ചു. പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവനും സൈക്കോളജിയോ ഫിലോസഫി ആയിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്നത്തെ വിഷയങ്ങൾ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞ യേശുവിനെക്കുറിച്ചുള്ള കൂടുതലോട്ട് അറിവിലേക്ക് എന്നെ നയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മറ്റൊന്ന് സ്ക്രിപ്ചർ, ബൈബിള്, അതുപോലെ സ്പിരിച്വൽ തിയോളജി. ഈ വിഷയങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് അവരെന്നെ പഠിപ്പിക്കുന്നത് കൂടാതെ, അവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ കൂടാതെ, എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും എൻ്റെ ആത്മാവും കൂടെ ഒരു സംഘാതമായ ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചില സംശയങ്ങൾ എന്നിലുണ്ടാകുമ്പോൾ അതിനുത്തരം തമ്പുരാൻ തന്നെ എനിക്ക് പറഞ്ഞു തരുന്ന ഒത്തിരി അവസ്ഥയുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരിക്കൽ ഒരു ചോദ്യം ഒരു ക്ലാസ് എടുക്കുന്ന അച്ഛനോട് ചോദിച്ചു, ദൈവത്തെ നമ്മൾ എന്തിനാണ് സ്തുതിക്കുന്നത്? ദൈവം മഹത്വപൂർണ്ണനാണ്, പിന്നെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛനൊരൊറ്റ വാക്കിൽ ഉത്തരം അങ്ങ് തന്നു. അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ അനേകം ക്ലാസ്സുകൾ എടുക്കാനായിട്ടുള്ള ഒരു പ്രേരക ശക്തി അതെനിക്ക് പ്രദാനം ചെയ്തു. അതിൻ്റെ ഉത്തരം ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ആന്തരിക മഹത്വം അതിൽ തന്നെ പൂർണ്ണമാണ്. അത് നമുക്കാർക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ 1000 തവണ ഹല്ലേലൂയ പറഞ്ഞാലും സ്തുതി പറഞ്ഞാലും വർദ്ധിക്കുന്നതല്ല. പക്ഷേ ദൈവത്തിൻ്റെ ബാഹ്യമഹത്വം പൂർണ്ണമല്ല. അതേതാണ്? സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യരിലൂടെ, മാലാഖമാരിലൂടെ, ഈ ജീവജാലത്തിലൂടെ, ഈ സൃഷ്ടപ്രപഞ്ചത്തിലൂടെ പൂർണ്ണമാക്കപ്പെടേണ്ട മഹത്വത്തെയാണ് ബാഹ്യമഹത്വം എന്ന് പറയുക. അത് അപൂർണമാണ്, അതിലൊത്തിരി കുറവുകളുണ്ട്. എന്നാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഈ ശക്തി പ്രപഞ്ചത്തിൽ എല്ലായിടത്തും, എല്ലാ ജീവജാലങ്ങളിലും ഇറക്കിക്കൊണ്ടുവന്ന് അതിനെ പൂർണ്ണതയിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം മനുഷ്യനെയാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയ്ക്കെതിരായിട്ടുള്ള ഒരു സമരമാണത്. എല്ലാ സ്തുതിപ്പും പിശാചിനോടുള്ള നോയാണ്, ദൈവത്തോടുള്ള യേസാണ്. ഞാൻ ദൈവത്തോട് യേശു പറയുന്നു, അപ്പോൾ ദൈവിക കൃപ എന്നിലേക്കും എന്നിലൂടെ പ്രപഞ്ചത്തിലേക്ക്, സർവ്വജീവജാലങ്ങളിലേക്ക്, എല്ലാ സൃഷ്ടവസ്തുക്കളിലേക്ക് പ്രസരിക്കുന്നുണ്ട്. അത് പാപം ചെയ്യുമ്പോഴോ ഞാൻ ദൈവത്തോട് നോ പറഞ്ഞ് പിശാചിനോട് യേശു പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയുടെ പ്രവാഹത്തിന് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്തുതിക്കും തോറും ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും സകല ചരാചരങ്ങളും നമ്മളും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബാഹ്യമഹത്വം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുന്നത്. വളരെ പ്രത്യേകമായി ദൈവം കൈപിടിച്ചു നടത്തിയ ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതവീഥികളിലൂടെയുള്ള സഞ്ചാരം നമുക്ക് പകർന്നു നൽകുന്ന ബോധ്യങ്ങൾ ഏറെയാണ്. തൻ്റെ വിളി തിരിച്ചറിഞ്ഞ് ചേർന്നു നിന്ന ഒരു ശുശ്രൂഷകനെ തൻ്റെ സുരക്ഷിതമായ തണലിൽ സംരക്ഷിച്ച് വളർത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ നാം തിരിച്ചറിയുന്നു. തൻ്റെ സമൂഹത്തെ വിശ്വസ്തയോടെ ഭരമേൽപ്പിക്കാൻ ഉതകുന്ന അഭിഷിക്ത നിരയെ സൂക്ഷ്മതയോടെ തെരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ പിതൃവാത്സല്യത്തെ അവിടെ നാം ദർശിക്കുന്നു. വിശ്വസ്തതാപൂർവം ആ നല്ല ദൈവത്തോട് കൂടെയായിരിക്കുവാനും ദൈവിക പദ്ധതികൾക്ക് മുന്നിൽ വിധേയപ്പെട്ട് ജീവിത വിജയം കരസ്ഥമാക്കുവാനും ഈ ജീവിതം നമുക്ക് പ്രചോദനമായി തീരട്ടെ. നൊവിസ് മാസ്റ്റർ അച്ഛൻ സെബാസ്റ്റ്യൻ ചെറുള്ളാത്തച്ഛൻ ബൈബിൾ പഠിപ്പിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം വിശദീകരിക്കും. അദ്ദേഹം ഒരു ബൈബിൾ പാസേജ് വായിച്ചിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രചോദനം കിട്ടുന്നതെന്ന് ഞങ്ങളോട് ചോദിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രചോദനം ഞാൻ പറയും.
ഈ വചനത്തിന് ഇങ്ങനൊരു വ്യാഖ്യാനം. അപ്പം അച്ഛൻ എന്നോട് ചോദ്യം ഉണ്ടായിരുന്നു, ബ്രദർ ഏത് കമൻട്രിയാണ് വായിച്ചിട്ടുള്ളത്? സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, കമൻട്രി എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാനന്ന് കണ്ടിട്ടില്ല, ഒരു കമൻട്രി ജീവിതത്തിൽ വായിച്ചിട്ടില്ല. പക്ഷേ ഏത് ബൈബിൾ ഭാഗം എടുത്ത് വായിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, ചില ദൈവിക വെളിപാടുകൾ എനിക്ക് കിട്ടുമായിരുന്നു. വൈദിക പട്ടം സ്വീകരിക്കുന്ന സമയം വരെ ഒത്തിരി ഞെരുക്കങ്ങളും പീഡകളും ഉണ്ടായി. അനേകം തടസ്സങ്ങൾ പലയിടത്തും വന്നു. ആത്മസംഘർഷങ്ങൾ നിമിഷങ്ങളുണ്ട്, മനോപീഡകൾ നിമിഷങ്ങളുണ്ടായിരുന്നു, പ്രലോഭനത്തിൻ്റെ നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും 100% എനിക്ക് പറയാൻ പറ്റും, എൻ്റെ പൗരോഹിത്യം എനിക്ക് വേണ്ട എന്നോ അല്ലെങ്കിൽ പുരോഹിതനാകണ്ട എന്നോ ഞാൻ പുരോഹിതനാകാൻ യോഗ്യനല്ല എന്നോ അല്ലെങ്കിൽ ദൈവം എന്നെ വിളിച്ചിട്ടില്ല എന്നോ എന്നെ തോന്നിയിട്ടില്ല. അതാണ് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യം. എനിക്ക് ഇതിനേക്കാളും വ്യത്യാസപ്പെട്ട മറ്റൊരു ജീവിതം വേണം എന്നൊരു ചിന്തയോ ആഗ്രഹം എന്നിൽ വന്നിട്ടില്ല. പ്രലോഭനങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷങ്ങളിലൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഉള്ളിൽ ഒരു വിളക്കിൻ്റെ വെളിച്ചവും ചൂടും ഉണ്ടായിരുന്നു.